കേരളം വിദ്യാഭ്യാസ മേഖലക്ക് നൽകുന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. SSLC +2 ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം നിരവധി സംഘടനകളാണ് അനുമോദന ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. മരട് നഗരസഭയിലെ കൗൺസിലർമാരും വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന കാര്യത്തിൽ വളരെ മുന്നിലാണ്. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മരട് നഗരസഭ 6ാം ഡിവിഷൻ കൗൺസിലറും മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ശ്രീ PD രാജേഷിൻ്റെ നേതൃത്വത്തിൽ SSLC +2 അവാർഡ് വിതരണവും മറ്റു മേഖലയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും മരട് തുരുത്തി ക്ഷേത്ര ഹാളിൽ വെച്ച് കൊച്ചിയുടെ സ്വന്തം റേഡിയോ ജോക്കി RJ നീന ഉദ്ഘാടനം ചെയ്തു. PD രാജേഷ് അധ്യക്ഷത വഹിച്ചു. 6ാം ഡിവിഷനിലെയും മറ്റു ഡിവിഷനിലെയും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നിങ്ങളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട പേരൻസ് ആണ്. കാരണം മിടുക്കന്മാരായ മക്കളുടെ പേരൻസ് ആണ്. ഡെഫിനറ്റ്ലി ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഈ പ്രസംഗമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അവർ അവാർഡ് വാങ്ങിക്കുന്ന ഫോട്ടോ അല്ലേ. ഈ ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കായിരുന്നു, അവിടുത്തെ പഠനോപകരണങ്ങൾ കൊടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയ എന്താണ്? അപ്പം അദ്ദേഹം പറഞ്ഞ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, വിച്ച് ഇസ് ബ്രില്യൻറ്റ്. ഞാൻ പറയും 6ാം വാർഡിൽ എല്ലാ കുട്ടികൾക്കും ഇവർ പുസ്തകങ്ങളും എക്യുപ്മെൻസും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചു കൊടുക്കും. മാർക്ക് വാങ്ങിക്കുക, അതിനു വേണ്ടി ജീവിതം കളഞ്ഞിട്ട് പഠിക്കരുത്. എല്ലാ കുട്ടികളെയും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ചേർക്കുക. ഞാൻ നന്നായി പടം വരയ്ക്കുന്ന ആളാണ്, ഞാൻ ട്രെയിൻഡ് അല്ല. ഇപ്പം ഞാൻ ആലോചിക്കുന്നു, കുറച്ച് പഠിത്തവും കുറേ കലയും കുറച്ച് പാട്ടുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? നമ്മളെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികളോട് സംസാരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എൻ്റെ ഹസ്ബൻഡിനോടും ഒക്കെ ഞാൻ പറയുന്നതാണ്, നമ്മൾ ആ പ്രായത്തിൽ എങ്ങനെയായിരുന്നു അത് മനസ്സിൽ വെച്ചിട്ട് സംസാരിച്ചാൽ കുട്ടികൾ നമ്മുടെ വരുതിക്ക് നിൽക്കും. സോ ബി എ ഫ്രണ്ട്. കുട്ടി ഇല്ലാത്ത ഒരാൾ പറയുന്ന പോലെ അല്ല, കുട്ടികളില്ല വളർത്താത്ത ഒരാൾ കുട്ടിക്കൊരു സുഹൃത്തായിരിക്കും എന്ന് ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷേ എനിക്ക് കുട്ടിയുണ്ട്, കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു ബി ദാറ്റ് പേഴ്സൺസ് ഫ്രണ്ട്. നമ്മുടെ കുട്ടി ഒരു 10 വയസ്സൊക്കെ ആയാൽ കുട്ടി മുതിർന്നൊരു വ്യക്തിയാണ്. ആ കുട്ടിക്ക് അതിൻ്റെതായ ബഹുമാനം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ബഹുമാനം. താങ്ക് യു സോ മച്ച്. എന്നെ ഇവിടെ വിളിച്ചതിനും ഈ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിനും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതേപോലെ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത്തരം സഹായകരമാവുന്ന നിലപാടുകൾ സ്വീകരിച്ച് ഇത്തരം പരിപാടികൾ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോരുകയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 2 മാസത്തെ അവധിക്ക് ശേഷം നാളെ കുട്ടികളെല്ലാവരും സ്കൂളുകളിലേക്ക് പോവുകയാണ്. 2 മാസക്കാലം നല്ല രീതിയിൽ കുട്ടികളെല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ഇനി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. ഇവിടെ ഈ വേദിയിലിരിക്കുന്ന കുട്ടികൾ ഇതിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SSLC +2 ബിരുദ പരീക്ഷകളിൽ ഈ വർഷം ഉന്നത വിജയം കൈവരിച്ച കുട്ടികളാണ് ഇപ്പോൾ വേദിയിലിരിക്കുന്നത്. അടുത്ത വർഷം ഇതേപോലെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ വേദിക്ക് അഭിമുഖമായിരിക്കുന്ന കുട്ടികൾ ഈ വർഷം SSLCക്ക് ചേർന്നിട്ടുള്ളവരും അതേപോലെ +2 പരീക്ഷ എഴുതുന്നവരുമൊക്കെ അടുത്ത പ്രാവശ്യം 100% മാർക്ക് വാങ്ങിക്കൊണ്ട് ഇതേപോലെ വേദിയിൽ ഇരിക്കുവാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകണം. അതിനനുസരിച്ച് നിങ്ങളുടെ വിദ്യാഭ്യാസ മികവ് ഉണ്ടാവണമെന്നുകൂടി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് അടുത്ത ക്ലാസ്സുകളിലേക്ക് ജയിച്ചു കയറിയ നമ്മുടെ കുഞ്ഞുകുട്ടികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.